ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മഹാരാജ സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. നമ്മുടെ വിജയ് സേതുപതി മെയിൻ റോൾ എടുത്ത് അഭിനയിച്ച ഒരു സിനിമയാണ് മഹാരാജ. തിയേറ്ററുകളിൽ ഇപ്പോൾ നന്നായി ഓടി വരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ബിഗ് പിക്ചറിൽ, ഒരു ബിഗ് സ്ക്രീനിൽ കളർഫുൾ ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ വിത്ത് റൊമാൻസ്, അതൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അതാണ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമയല്ല ഇത് ഈ ഒരു സ്ക്രീനിനപ്പുറം സ്റ്റോറിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണെങ്കിൽ, സ്റ്റോറിയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു ഫിലിമാണെന്ന് ഞാൻ പറയും. അതുപോലെ ഒരുപാട് ട്വിസ്റ്റുകൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുണ്ടാവുന്ന പല ത്രിൽ മൊമെന്റ്സ്, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഇത് നിങ്ങൾക്ക് മസ്റ്റ് വാച്ചാണ്. ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കുറെ നേരത്തേക്ക് ചില ത്രിൽ മൊമെന്റ്സിൽ നമ്മളിങ്ങനെ ഇതെന്താണ് ഇങ്ങനെ എന്ന് വിചാരിച്ചു പോകും. ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഒരു അതിശയം തോന്നിയത് ഇതിന്റെ റൈറ്ററാണ് കേട്ടോ. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുള്ള ഓരോ ടേൺസ് ഉണ്ട്, അതൊരു അടിപൊളി ഫീലാണ്. അതേപോലെ തന്നെ ഇതിന് ആക്ടേഴ്സിനെ എൻറോൾ ചെയ്തത് അടിപൊളിയായിരുന്നു. ഓരോ ക്യാരക്ടേഴ്സിനും പറ്റിയ രീതിയിലുള്ള ആക്ടേഴ്സ് ഇത്ര സ്യൂട്ടബിൾ ആയിട്ട് എങ്ങനെ അത് എൻറോൾ ചെയ്തു എന്നുള്ളതാണ്. അവരുടെ ഓരോരുത്തരുടെയും അഭിനയം അടിപൊളിയാണ്. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ പറയാനുള്ളത്, ഇതിന്റെ ഒരു പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ലക്ഷ്മിയാണ്. ഫ്രം സ്റ്റാർട്ടിങ് ടു എൻഡിങ്. ലക്ഷ്മിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ ആ സിനിമ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളൂ. ഫ്രം സ്റ്റാർട്ടിങ് ടു എൻഡിങ് ഓരോ സീക്വൻസിലും വന്നിരിക്കുന്ന ഒരു ജോയിനിങ്, അത് എന്താ പറയുക, എവിടെയും നമുക്കൊരു ലിങ്ക് നഷ്ടപ്പെട്ടു പോകാതെ, എവിടെയും നമ്മൾ ബോറടിക്കാതെ, ഒരു കണ്ടിന്യൂഷൻ നഷ്ടപ്പെടാതെ എടുത്തിരിക്കുന്ന ഒരു ഫിലിമാണിത്. എല്ലാവരും കാണണം. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. താങ്ക്